ഗസയിലെ ഇസ്രയേലി ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകനും ഡോക്ടേഴ്സും അടക്കം 55 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 45,000 കടന്നു. ഇപ്പോൾ സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രയേലി ആക്രമണം വീണ്ടും ഉണ്ടായി എന്നും വാർത്തയുണ്ട്. ഈ അവസരത്തിൽ പി ജെയിംസ് വരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ജീവിതമൊക്കെ സുഖമല്ലേ? ഇതും സുഖമാണ് എസ്കേൻ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും പറയരുത്, ജനങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. വിഷമത്തിന് പ്രസ്തുതിക്കുന്നില്ലോ. ഓക്കെ, അതേ ഉള്ളൂ. ഇന്ന് വിഷമമാണെങ്കിൽ നാളെ സന്തോഷം വരുമായിരിക്കും. ഓക്കെ പി അപ്പം നമുക്ക് പശ്ചിമേഷ്യയിലേക്ക്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിൽ ഗസയിൽ കഴിഞ്ഞ 14 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഭീതിജനകമായിട്ട് കൂടിയിരിക്കുകയാണ്. 45,000 കടന്നിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഔദ്യോഗിക കണക്കനുസരിച്ച് 45,028 പേർ ഈ മണിക്കൂർ അല്ലെങ്കിൽ ഈ മിനിറ്റിന് മുമ്പ് കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക്. ഇനിയും അവശിഷ്ടങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. അതൊന്നും ചേർക്കാതെയാണ് ഈ 45,000 കവിഞ്ഞു എന്നുള്ള വാർത്ത വരുന്നത്. അതിനിടയിൽ ഇസ്രായേലി ആക്രമണം തുടരുകയാണെന്ന് മാത്രമല്ല, അവർ ടാർഗറ്റ് ചെയ്യുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ. ഇവിടെയാണ് ഹമാസിൻ്റെ ആൾക്കാർ ഒളിച്ചിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്. പക്ഷേ കൊല്ലപ്പെടുന്നത് കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ്. ഇപ്പോൾ 55 പേർ ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. അതിൽ മാധ്യമപ്രവർത്തകൻ അൽ ജസീറയുടെ ക്യാമറാമാൻ അഹമ്മദ് അല്ലൂഹ അടക്കം ഒരുപാട് ഡോക്ടർമാർ, അതുപോലെ തന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തകരൊക്കെ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുത്തുന്നു. 55 പേർ കൊല്ലപ്പെട്ടപ്പോഴാണ് 45,000 കടന്നത്. എന്തായാലും ഇത് വല്ലാത്തൊരു ഇതാണ്. വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചകളൊന്നും ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇസ്രായേൽ അതിൻ്റെ ആക്രമണം ശക്തമായിട്ട് നടത്തുകയും ചെയ്യുന്നു. കുട്ടികളും സ്ത്രീകളൊക്കെ വലിയ പട്ടിണിയാണ് അവിടെ. ട്രക്കുകൾ ജീവകാരുണ്യ ഇതായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരൊന്നും കടക്കാൻ അനുവദിക്കാത്ത അവസ്ഥയിൽ ഒരു വെടിനിർത്തലിന് വേണ്ടി നിർബന്ധിക്കുന്ന രീതിയിൽ ഇസ്രായേലി ബന്ദികളെ വിട്ടുകിട്ടണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. അതിനിടയിൽ ഇസ്രായേലിൻ്റെ വടക്കൻ ഇസ്രായേലിൽ ഹെസ്ബുള്ളയുടെ ചില റോക്കറ്റുകൾ പതിച്ചതായി റിപ്പോർട്ടുണ്ട്. ലെബനനിലും ഇസ്രായേലിൻ്റെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് സിറിയ ഇപ്പോഴും വലിയ ഒരു അരാജകത്വത്തിൽ നിൽക്കുകയാണ്. ബഷാർ അൽ ആസാദ് റഷ്യയിൽ പോയി കഴിഞ്ഞ് ഏതാണ്ട് 2 ആഴ്ച തികയുമ്പോഴും പുതിയൊരു ഒരു ഇടക്കാല സർക്കാർ വന്നിട്ടുണ്ട് അൽ ബഷീറിൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ അതുകൊണ്ട് തീരുന്നില്ല. അവിടെ പലയിടത്തും ഫൈറ്റുകൾ നടക്കുകയാണ്. ഗോലാൻ കുന്നുകൾക്ക് അവിടുത്തെ ബഫർ സോൺ കടന്ന് ഇസ്രായേൽ സേന കടന്നു കഴിഞ്ഞു. പക്ഷേ അവരൊന്നും പ്രതിരോധിക്കാൻ സിറിയയ്ക്ക് സാധിക്കുന്നില്ല. സിറിയയിൽ ഒരു അവിയൽ പരുവത്തിലാണ് കാര്യങ്ങൾ. അവിടുത്തെ സൈനിക കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ പടക്കപ്പലുകൾ അടക്കമുള്ള എല്ലായിടത്തും ഇസ്രായേലിൽ നിരത്തി ആക്രമണം ഈ പറയുന്ന ഈ മണിക്കൂറുകളിലും ഇസ്രായേലിൻ്റെ ആക്രമണം സിറിയയിൽ നടക്കുകയാണ്. ഇസ്രായേൽ അപ്പോൾ ഹമാസിനെതിരെ ആക്രമണം നടത്തുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ സിറിയയിൽ ഇറാനുമായി സംഘർഷത്തിലാണ്. ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തുന്നു. ഈ രീതിയിലാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഹമാസ് ഇത്ര പേർ കൊല്ലപ്പെട്ട പോലെ തന്നെ സിറിയയിൽ ഒരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട്. എൻ്റെ യഥാർത്ഥ കണക്കുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പുതിയ സംഭവവാസങ്ങൾ, പുതിയ സർക്കാർ വന്നെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. പി ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, നിയുക്ത പ്രസിഡന്റായി എന്നോട് ചോദിക്കാതെ അമേരിക്കയുടെ ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ ഈ യുക്രൈന് പെർമിഷൻ കൊടുത്തത് ശരിയായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ജയിച്ച ദിവസം മുതൽ അവിടുത്തെ പ്രസിഡന്റായിട്ടാണ് ട്രംപ് ഇത് ആസ്വദിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് മാർലാഗോ എസ്റ്റേറ്റിൽ അവിടെ വെച്ച് പത്രക്കാരെ അഭിസംബോധന ചെയ്തു. അപ്പോൾ അദ്ദേഹം ഓരോ ചോദ്യങ്ങൾക്കും പറയുന്ന മറുപടിയൊക്കെ വളരെ ഇതാണ്. അദ്ദേഹം പറയുന്നത്, എന്തിനാ ഈ വടക്കൻ കൊറിയനെയൊക്കെ വിളിച്ചു വരുത്തി? അവിടുത്തെ അയാളുണ്ടല്ലോ കിം ജോങ് ഉന്ന്, അദ്ദേഹം എന്നോട് മാത്രം ഒരു സൗഹൃദമുള്ളൂ, ബാക്കി ആരായിട്ട് അദ്ദേഹത്തിന് ഒരു സൗഹൃദമില്ല. അയാളെയൊക്കെ വിളിച്ച് ഇവിടെ റഷ്യയിൽ കൊണ്ടുവരേണ്ട കാര്യം എന്താ? അതിന് കാരണം ആരാണ്? എന്തുകൊണ്ട് അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ 200-300 കിലോമീറ്റർ റഷ്യക്കുള്ളിൽ പ്രയോഗിക്കാനായിട്ട് അമേരിക്ക അനുമതി നൽകി? യുക്രൈൻ സേന അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടുള്ള പ്രതികാരമായിട്ടാണ് വടക്കൻ കൊറിയയിലെ 10,000 സേനയെ റഷ്യയിലേക്ക് കൊണ്ടുവന്നത് പുടിൻ. അപ്പോൾ അത് വേണ്ടെന്ന് വെക്കാമായിരുന്നു. ഇങ്ങനെ ആക്രമണം നടത്തിയില്ലായിരുന്നെങ്കിൽ പുടിൻ ഇപ്പോൾ വടക്കൻ കൊറിയൻ സേനയെ കൊണ്ടുവരുമായിരുന്നു. എന്നുമാത്രമല്ല, വടക്കൻ കൊറിയൻ സേനയും റഷ്യ സേനയും ചേർന്നുകൊണ്ടാണ് ഉക്രൈൻ സേന പിടിച്ചടക്കിയ റഷ്യയുടെ പ്രദേശങ്ങളുണ്ട്. കർസ്ക് കഴിഞ്ഞ 2 മാസമായിട്ട് അവരുടെ കയ്യിലാണ്. അത് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ, തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്ന വടക്കൻ കൊറിയയുടെ 30-ലേറെ സൈനികർ ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടുവെന്ന് ഉക്രൈൻ സേന പറയുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ 30 പേർ, പിന്നെയും ഒരുപാട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കാരണം വടക്കൻ കൊറിയൻ സേനയ്ക്ക് റഷ്യയുടെ ടെറൈൻ, അവിടുത്തെ പ്രദേശങ്ങളെക്കുറിച്ച് വിവരമില്ല. അവർ പലയിടത്തും കയറി ഈ ഉക്രൈൻ സേനയുടെ മുമ്പിൽ വന്നുപെട്ട് കൊല്ലപ്പെടുന്നു. അപ്പോൾ അതൊരു വല്ലാത്ത രീതിയിലേക്ക് വടക്കൻ കൊറിയ അവിടെ യുദ്ധത്തിന് ഇറങ്ങി അവർ ബ്രൂട്ടലാണെന്ന് പറയുമ്പോൾ തന്നെ
അറിയാത്തൊരു ടെറൈനിൽ യുദ്ധത്തിന് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എസ്കെയിൻ അതിനിടയിൽ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ യുക്രൈൻ്റെ പല ഭാഗത്തും യഥാർത്ഥത്തിൽ അവർ കാര്യമായിട്ട് ആക്രമിക്കാത്ത പടിഞ്ഞാറൻ യുക്രൈനിൽ വരെ ആക്രമണം അയച്ചുവിടുന്നുണ്ട്. പ്രത്യേകിച്ച് വൈദ്യുത കേന്ദ്രങ്ങളാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ യുക്രൈൻ യുദ്ധവും ഇപ്പോൾ തീരുന്ന ഇത് കാണുന്നില്ല. എന്തായാലും ട്രംപ് വന്നാൽ ട്രംപ് ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഞാൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് ഇവർക്ക് ഒരുപാട് കാലം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, റഷ്യയുമായിട്ടൊരു വലിയ കോൺഫ്ലിക്റ്റിന് താല്പര്യമില്ല, അമേരിക്കയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു വലിയ മാറ്റം, ഒരു ഷിഫ്റ്റ് ഇൻ പോളിസിയാണ് വരാൻ പോകുന്നത്. എന്ന് മാത്രമല്ല ഇന്നോഗ്രേഷന് അദ്ദേഹത്തിന് സ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിന് ചൈനയെയും അടക്കമുള്ള തൻ്റെ ശത്രുരാജ്യങ്ങളെയൊക്കെ വിളിച്ചിരിക്കുക. ഒരുപക്ഷെ ഇലോൺ മസ്കിൻ്റെ ഉപദേശമാവാം. ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹം കാര്യങ്ങൾ കാണുന്നതെന്ന് പറയുന്നു. എന്തായാലും ട്രംപിൻ്റെ വരവ് കാത്തിരുന്ന് കാണേണ്ടതാണ്. എസ്കെയിൻ. താങ്ക് യു ബി ജെയിംസ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതോടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സ് മാത്രമല്ല, ബിസിനസ് പൊളിറ്റിക്സ് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കാൻ ന്യായമില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. നല്ല ഒന്നാന്തര ഫസ്റ്റ് ക്ലാസ് ബിസിനസ്സുകാരൻ കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ദേശീയ താല്പര്യം മാത്രമല്ല മറ്റു ഗുണങ്ങൾ കൂടി ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഒരുപാട് താല്പര്യം കാണിക്കും.